എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ CNG പെട്രോൾ മിക്സായിട്ട് റൺ ചെയ്യാവുന്ന മോട്ടോർ സൈക്കിളായിട്ടാണ് നമ്മുടെ ബജാജിൻ്റെ ഫ്രീഡോ ആണ്. അപ്പോൾ ഫ്രീഡോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസത്തോളമായി വണ്ടി ഇറങ്ങിയിട്ട്. പക്ഷേ ഫ്രീഡത്തിൽ 2025 എന്തെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ ഓപ്ഷൻ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അംഗമായിക്കൊള്ളുന്നത് ഫുൾ ഫ്രീ ആണ്. നമ്മുടെ ചാനൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന 2 വീലേഴ്സിനെ കുറിച്ചാണ്, സ്കൂട്ടേഴ്സ്, മോട്ടോർ സൈക്കിൾസിനെ കുറിച്ചാണ്. അത് കൂടാതെ ഡയറ്റ്, ബോഡി ബിൽഡിംഗ്, പിന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്രിപ്റ്റോ കറൻസി, പിന്നെ ലോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഒരു യൂത്തിന് സക്സസ്ഫുള്ളായിട്ട് നടക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഏകദേശം ഒരു ട്രക്ക് വരെ മേൽ കൂടെ കയറ്റിയിട്ട് ഒന്നും പറ്റില്ല, ഇതിൻ്റെ ചേസ് പോലും വളയില്ല എന്നുള്ള വീഡിയോ എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഫുൾ മെറ്റീരിയൽസ് എല്ലാം പുതിയതായിട്ട് അവർ ഇൻവെൻറ്റ് ചെയ്തേക്കുന്നത്, ഒന്നും മറ്റൊരു വണ്ടിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാം ഇതിൻ്റെ ഈ മീറ്ററാണ്, ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്. ബ്ലൂടൂത്ത്, USB പോർട്ട് എല്ലാ സപ്പോർട്ടും വരുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്, റിയർ ഇൻഡിക്കേറ്റർ എല്ലാം തന്നെ ഫിക്സഡ് ടൈപ്പാണ്, ഫ്ലെക്സിബിൾ ആയിട്ടും അല്ല. പിന്നെ ഹൈ എൻഡ് മോഡലായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റ്സ് വരുന്നത് സ്പ്ലിറ്റ് LED ലൈറ്റ്സ് ആണ്. ഇതുപോലെ വൈറ്റ് കളർ പ്രകാശമായിരിക്കും നമുക്ക് ലഭിക്കുക. 2 ലൈറ്റിൻ്റെയും, ഡിമ്മിൻ്റെയും ബ്രൈറ്റിൻ്റെയും മിഡിലായിട്ട് ചെറിയ 2 LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് DRLസും അവൈലബിൾ ആണ്. അത് വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ പ്രകാശിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ലൈറ്റിംഗ് സപ്പോർട്ട് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡും ഫസ്റ്റും മോഡലിൽ നോർമൽ ഹാലജൻ ലൈറ്റ്സ് ആയിരിക്കും വരിക. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് 80 mm ഡയമീറ്റർ ഉള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ലഭിക്കുന്നത്. അതിൽ ഫ്രീഡമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഫുൾ സസ്പെൻഷൻ്റെ ആ ഫോർക്ക് സീലെല്ലാം തന്നെ കവേർഡ് ആയിരിക്കും. ഫ്രണ്ട് ടയേഴ്സ് വരുന്നത് 16 ഇഞ്ചാണ്. ഫ്രണ്ട് ബാക്ക് നമുക്ക് 16 ഇഞ്ച് ടയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും പിന്നെ ബാക്ക് സൈഡിൽ കോമ്പി ബ്രേക്കും ആണ് വരുന്നത്. ABS കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ട് ടയർ വരുന്നത് കണ്ടോ, 90, 80, 17 സീരീസും. ബാക്ക് ടയർ ആകുമ്പോൾ ചെറിയ ടയറാണ് വരുന്നത്. 16 ഇഞ്ച് സീരീസിലാണ് റിയർ സൈഡ് ടയർ വരുന്നത്. അപ്പോൾ ഇതാണ് ടയർ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡയമെൻഷനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് 148 കിലോഗ്രാമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും വീതിയുള്ള, ഏറ്റവും നീളമുള്ള സീറ്റ് നമ്മുടെ ഈ ഫ്രീഡം, ബജാജിൻ്റെ ഫ്രീഡം മോട്ടോർ സൈക്കിളിലാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിന് നമുക്ക് CNGയും പെട്രോളും ഒരേപോലെ യൂസ് ചെയ്യാം. അത് ടാങ്ക് വരുന്നത് സെയിം തന്നെയാണ്. ഈ ടാങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫില്ല് ചെയ്യുന്നത്. 2 ലിറ്റർ പെട്രോളും 2 കിലോഗ്രാം CNGയും നമുക്കിതിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഇപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം CNGയിൽ നിങ്ങൾക്ക് 102 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. നേരെ മറിച്ച് പെട്രോൾ ആണെങ്കിൽ 1 ലിറ്റർ പെട്രോൾ നിങ്ങൾക്ക് 65 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഇനി നമുക്ക് ആവശ്യം പോലെ, ഓട്ടത്തിൽ തന്നെ ആവശ്യം പോലെ വാഹനത്തിൻ്റെ CNGയിൽ നിന്നും പെട്രോളിലേക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡ് സ്വിച്ച് ക്യൂബിലാണ് പാസ് ബട്ടൺ, ഡിം ബ്രൈറ്റ് കൂടി വരുന്നത്. പിന്നെ ഈ നീല കളറിൽ കാണുന്നത് നമ്മളുടെ ഫ്യൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചാണ്. CNGയിലേക്ക് പെട്രോളിലേക്കും, പെട്രോളിൽ CNGയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ചാണ് ആ നീല കളറിൽ കാണുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഓൾറെഡി വണ്ടി CNG മോഡിലാണ് കിടക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇപ്പോൾ പെട്രോളിലേക്ക് മാറി. ഞാൻ പ്രസ് ചെയ്ത പോലെ ഇനി ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് മാറും. കണ്ടോ, ഇപ്പോൾ പെട്രോളിലേക്കാണ്. പെട്രോൾ തീരെ കമ്മിയാണ് വണ്ടിയിൽ, അതുകൊണ്ട് കാണിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഹാൻഡിൽ ബാർ വരുന്ന മാറ്റ് ബ്ലാക്ക് കളറിലാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ബാർ ഹാൻഡിൽ ടൈപ്പാണ് വരുന്നത്. റൈറ്റ് സൈഡ് സ്വിച്ച് ക്യൂബിൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ഫുൾ ഡിജിറ്റൽ മീറ്റർ വരുന്നത് ഒത്തിരി ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ളതാണ്. ഈ ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്പീഡോമീറ്റർ അവൈലബിൾ ആണ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ക്ലോക്ക് വരുന്നുണ്ട്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി, ബ്ലൂടൂത്ത് സപ്പോർട്ട് വരുന്നുണ്ട്, റിയൽ ടൈം മൈലേജ് വരുന്നുണ്ട്. അതുകൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള USB പോർട്ടും ഈ മീറ്ററിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ USB പോർട്ട് വരുന്നത്. ഹാൻഡിൽ ബാറിൽ ഒരു മൊബൈൽ ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ന്യൂ ജനറേഷൻ ബൈക്കിൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് വരാം. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഈ ഒരു ഷേപ്പാണ്. ഇത് വെർട്ടിക്കൽ എഞ്ചിനാണ്. നോർമലി വെർട്ടിക്കൽ എഞ്ചിൻ വരുന്നത് ഹീറോൻ്റെ ബൈക്കുകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. സൂപ്പർ സ്പ്ലെൻഡർ അതുപോലെ തന്നെ അങ്ങനെയുള്ള വണ്ടികളിലാണ് വെർട്ടിക്കൽ എഞ്ചിൻ. മീൻസ് എന്ന് വെച്ചാൽ കൂടുതൽ മൈലേജ് കിട്ടാനാണ് ഇങ്ങനൊരു എഞ്ചിൻ സെറ്റപ്പ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബജാജിൻ്റെ സീരീസിൽ ആദ്യമായിട്ട് വെർട്ടിക്കൽ എഞ്ചിൻ കണ്ടത് ഞാൻ ഈ വണ്ടിയിലാണ്, ബജാജിൻ്റെ ഫ്രീഡത്തിലാണ്. വാഹനത്തിൻ്റെ ടോട്ടൽ എഞ്ചിൻ കപ്പാസിറ്റി 124 cc ആണ്. മാക്സിമം പവർ 9.5 PS, മാക്സിമം ടോർക്ക് 9.7 Nm ആണ്.
ടോപ്പ് സ്പീഡ് വരുന്നത് നമുക്ക് CNG ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 90 കിലോമീറ്ററും പെട്രോളിൽ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 94 കിലോമീറ്ററും നിങ്ങൾക്ക് ടോപ്പ് സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. വാഹനത്തിന് ഓപ്പൺ ചെയിൻ കവറാണ് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് മെയിൻ സ്റ്റാൻഡ് എല്ലാം തന്നെ വരുന്നുണ്ട്. ചെയിൻ കവർ ഫൈബർ മെറ്റീരിയലാണ്. ബോക്സ് ടൈപ്പ് സ്വിംഗ് ആമാണ് വരുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ സാരി ഗാർഡിൻ്റെ ഫുഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ ടയർ ഹൈഗർ റിയർ സൈഡ് നമുക്ക് LED ലൈറ്റ്സ് അവൈലബിൾ ആണ്. മെറ്റലിലുള്ള ഒരു അടിപൊളി റിയർ ഹാൻഡിൽ വരുന്നുണ്ട്. റിയർ ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. ഇതെല്ലാം പുതിയ മോഡൽ വണ്ടികൾ വരുന്നതാണ്. ഇനി ബാക്ക് സൈഡ് ടയറിൻ്റെ ബ്യൂട്ടി വേണ്ടി കാണിച്ചു തരാം. ബാക്ക് സൈഡ് ടയർ ഫ്രണ്ട് സൈഡ് ടയറിനേക്കാളും ചെറിയ ടയറാണ് വരുന്നത്. കണ്ടോ, 120/70 16 ടയർ സൈസ് വരുന്നത്. ഫ്രണ്ട് ടയർ 17 സൈസിലാണ് വന്നിരുന്നത്. പക്ഷേ ടയറിന് വീതിയുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഡ്രൈവിംഗ് കംഫർട്ടായിരിക്കും. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ബാരൽ ടൈപ്പ് സൈലൻസർ വരുന്നുണ്ട്. ഈ ഷോക്ക് അബ്സോർബർ നിങ്ങൾ കണ്ടിട്ടുള്ളത് സ്പോർട്സ് ബൈക്കിലാണ്. 200, 250, 300 cc സ്പോർട്സ് ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന മോണോഷോക്ക് ലിങ്കേജ് ടൈപ്പ് റിയർ സസ്പെൻഷനാണ് നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ മോണോഷോക്ക് ടൈപ്പ് ലിങ്കേജ് ഉള്ള മോണോഷോക്ക് സസ്പെൻഷൻ ഫസ്റ്റ് ടൈം ലഭിക്കുന്നതും ഈ വണ്ടിയിലാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഏകദേശം 51 പ്രത്യേകതകൾ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ CNG പെട്രോൾ മിക്സ് ആയിട്ട് ഓടുന്നത് നമ്മുടെ ബജാജിൻ്റെ ഫ്രീഡത്തിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഈ ഫുഡ് റെസ്റ്റാണ്. ഈ ഫുഡ് റെസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് നടുക്കാണ്. വാഹനത്തിൻ്റെ മിഡിലായിട്ടാണ് ഫുഡ് റെസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നാലും കാല് സുഖമായിട്ട് താഴേക്ക് എത്തുന്നതാണ്. ഓൾറെഡി സെൽഫ് സ്റ്റാർട്ട് അവൈലബിൾ ആണ്, ഞങ്ങൾ കണ്ടു. അതുകൂടാതെ കിക്ക് സ്റ്റാർട്ടും വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീഡത്തിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നമുക്കിനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻജിൻ്റെ നോയ്സ് കൂടെ ഒന്ന് കേട്ട് നോക്കാം. നോർമൽ നമ്മുടെ ഡിസ്കവറിലൊക്കെ വരുന്ന പോലത്തെ സൗണ്ടൊന്നും അല്ല ഇതിൽ വരുന്നത്. 125 cc ആണ്. ഇതിൽ പുതിയൊരു എഞ്ചിനാണ്, പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പെട്രോളിലിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പെട്രോളിലുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് CNGയിലിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മുഴക്കം ഉണ്ടാവില്ല, കുറച്ചുകൂടി എന്താ പറയുക സൗണ്ട് കുറവായിരിക്കുള്ളൂ. പക്ഷേ പവർ ലോസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ 125 cc വണ്ടികൾ എന്ന് പറയുമ്പോൾ 12 PS 11 PS പവർ വരുന്നതാണ്. പക്ഷേ നമ്മുടെ വണ്ടിക്ക്, അതായത് ബജാജ് ഫ്രീഡത്തിന് നിങ്ങൾക്ക് 9.5 PS മാത്രമേ പവർ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പവറോട് ലോസ് ആകുമ്പോൾ അപ്പുറത്ത് നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നതാണ്. മെയിനായിട്ട് ഈ വണ്ടി ടാർഗറ്റ് ചെയ്യുന്നത് ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകൾ, സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന ആളുകൾ, അതുപോലെ ഫ്ലിപ്കാർട്ട് അങ്ങനെ ഡെലിവറി ഓടുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. നല്ലൊരു ചോയ്സാണ്. കാരണം CNG ഫ്യൂവൽ അടിച്ചിട്ട് ഉള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കിലോമീറ്റർ ഓടാനായിട്ട് നിങ്ങൾക്ക് ₹1 മാത്രമേ വരുന്നുള്ളൂ. ₹1 ചില്ലറയും വരുള്ളൂ, നിസ്സാരം. 1 രൂപയോ 1.25 ആവില്ല, 1 സംതിങ്ങേ വരുന്നുള്ളൂ CNGയിലിട്ട് ഓടിക്കുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ നമ്മൾ പെട്രോളിട്ട് ഓടിക്കുമ്പോൾ പക്ഷേ മൈലേജ് കുറവായിരിക്കും. ഒരു 60-65 നോക്കിയാൽ മതി. CNGയിലിട്ട് ഓടിക്കാനാണ് ബെറ്റർ. അപ്പോൾ ഇത് നമുക്കിന്ന് ഈ വീഡിയോ കാണാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജാണ്. ബജാജിൻ്റെ എല്ലാ വെഹിക്കിൾസും ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഇവിടെ JKB ബജാജിൽ സ്റ്റോക്ക് ഉണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്, ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബജാജിൻ്റെ ഏതെങ്കിലും വണ്ടികൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും JKB ബജാജിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.